നമുക്ക് തിരുവനന്തപുരത്തേക്ക് വരാം. തിരുവനന്തപുരത്ത് ശാലിനിയാണ് ഉള്ളത്, ചാലക്കമ്പോളത്തിൽ നിന്നും. ചാലക്കമ്പോളം വളരെ പ്രസിദ്ധമാണ്, സിനിമാ ഗാനങ്ങളിൽ പോലും ചാലക്കമ്പോളം കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ചാലക്കമ്പോളത്തിൽ ഓണത്തിന് മാത്രമല്ല എല്ലാ ആഘോഷങ്ങൾക്കും തിരക്കുള്ള തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ഒരു കമ്പോളമാണ് ചാലക്കമ്പോളം. അപ്പോൾ അവിടെ നിന്നും ശാലിനി ചേർന്നു. ശാലിനി, ഇത്തവണ ചാലക്കമ്പോളത്തിൽ നല്ല തിരക്കുണ്ട് എന്നറിയാം. ഉത്രാടപ്പാച്ചിൽ മലയാളികൾ എല്ലാവരും ഇറങ്ങുമ്പോൾ അതിൽ നിന്ന് വിഭിന്നമല്ല ചാലക്കമ്പോളം, അങ്ങനെയല്ലേ ശാലിനി? വിനോദ തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കാരണം കാണാൻ പറ്റും ഓണം ഉണ്ണണം എന്നുള്ള ഒരു ചൊല്ലുണ്ട്, അത് അന്വർത്ഥമാക്കുന്ന കാഴ്ചകൾ തന്നെയാണ് നമുക്കിപ്പോൾ ചാലയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ചാലക്കമ്പോളത്തിൽ പ്രത്യേകിച്ച് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെയും പത്മതീർത്ഥക്കുളത്തിൻ്റെയും സമീപത്തുള്ള ആ ഒരു മേഖല കൂടുതലും വ്യാപാര സ്ഥാപനങ്ങളാണ്, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വ്യാപാര കേന്ദ്രങ്ങളാണ് കൂടുതലും ഉള്ളത്. അവിടെ എല്ലാ കാലത്തും തിരക്കാണ്. പക്ഷേ ഉത്രാടം പൂരാട ദിവസങ്ങളിലൊക്കെ കുറച്ചധികം തിരക്ക് ഈ മേഖലയിൽ വർദ്ധിക്കും. അതുതന്നെയാണ് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഇരു സൈഡിലേക്കും വാഹനങ്ങൾ പോകുന്ന റോഡ്, അത് പൂർണ്ണമായും ഗതാഗതം ഈ ഒരു മേഖലയിൽ ഈ ഒരു സമയത്ത്, ഈ ഉത്രാട സമയത്ത് നിരോധിച്ചിരിക്കുകയാണ്. ആളുകൾക്ക് സൗകര്യാർത്ഥമായി സാധനങ്ങൾ വാങ്ങാനും അവരുടെ യാത്രയ്ക്കുമൊക്കെ ഗുണം ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. സുരക്ഷയുടെ ഭാഗമായിട്ട് പോലീസ് അധികമായി ഇവിടെ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തൊഴാനായി ആളുകൾ എത്തുന്നുണ്ട്. ഈ വൈകുന്നേര സമയങ്ങളൊക്കെയാണ്. സ്വാഭാവികമായും ആ ഒരു തിരക്കൊക്കെ കണക്കിലെടുത്ത് വലിയ രീതിയിലുള്ളൊരു സുരക്ഷാ ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഉത്രാടപ്പാച്ചിൽ ആ ദിവസമാണ്. ഒരുപക്ഷെ എത്രയൊക്കെ ദിവസങ്ങൾ നമ്മൾ എങ്ങനെയൊക്കെ പർച്ചേസ് ചെയ്താലും അല്ലെങ്കിൽ സാധനങ്ങൾ എങ്ങനെയൊക്കെ വാങ്ങിക്കൂട്ടിയാലും, അത് ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ ഒക്കെ സാധനങ്ങൾ വാങ്ങിയാലും ഉത്രാട ദിവസം പുറത്തിറങ്ങി സാധനങ്ങൾ വാങ്ങിയില്ല എങ്കിൽ അതൊരു മലയാളികളെ സംബന്ധിച്ചിടത്തോളം അതൊരു തൃപ്തികരമായിട്ടുള്ള കാര്യമല്ല. അല്ലെങ്കിൽ ആ ദിവസം അവർക്ക് സാധനങ്ങൾ വാങ്ങാനായി പുറത്തിറങ്ങണം എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുതന്നെയാണ് ഇപ്പോൾ കാണുന്നത്. ശമ്പളമൊക്കെ പലർക്കും അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അവരൊക്കെ ആ പണവുമൊക്കെയായി വിവിധ സാധനങ്ങൾ വാങ്ങാൻ, പ്രത്യേകിച്ച് പഴം പച്ചക്കറി ഒക്കെ വാങ്ങാനും ഡ്രസ്സുകൾ വാങ്ങാനും ഇവിടെ ഇപ്പോൾ നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ചെറുകിട കച്ചവടക്കാരുണ്ട്. ഒപ്പം തന്നെ ഈ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഒക്കെ കച്ചവടക്കാർ ഇവിടെ എത്തി ചെറിയ തുകയ്ക്ക് കോംബോ ആയിട്ടൊക്കെ സാധനങ്ങൾ കൊണ്ടു. കുഞ്ഞു കുട്ടികളുടെ ഡ്രസ്സുകൾ, ഒപ്പം തന്നെ ബാഗുകൾ, സോക്സ്, ചെരുപ്പ്, ബെഡ്ഷീറ്റ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വഴിയോര കച്ചവടക്കാർ, അതാണ് ഈ ചാലക്കമ്പോളത്തിൽ പ്രധാനമായും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവരൊക്കെ സാധനങ്ങൾ വാങ്ങാൻ വന്ന് നിൽക്കുന്ന ആളുകളൊക്കെയാണ്. ഇവരോടൊക്കെ നമുക്ക് ചോദിച്ചാൽ അറിയാം അവരൊക്കെ എന്തൊക്കെ വാങ്ങി, എങ്ങനെയൊക്കെയാണ് അവരുടെ പർച്ചേസിങ് ഈ മണിക്കൂറിൽ പുരോഗമിക്കുന്നതെന്ന്. നമുക്ക് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ആളുകൾ ഈ ഹോൾസെയിലായിട്ടൊക്കെ സാധനം വാങ്ങി മടുത്ത ആളുകൾ ഇവിടെ വന്ന് റീറ്റെയിലായിട്ടൊക്കെ വാങ്ങുന്നുണ്ട്. അപ്പം തന്നെ ചെറിയ തുകയ്ക്കൊക്കെ ചെറിയ ചെറിയ സാധനങ്ങൾ കിട്ടും. അതൊക്കെ വാങ്ങാനാണ് അവരൊക്കെ ഇവിടെ എത്തുന്നത് എന്നുള്ളത്. ചേച്ചി, ഓണമൊക്കെ എങ്ങനെയുണ്ട്? സാധനം ഓണം അടിപൊളി. ഇവിടെയൊക്കെ വാങ്ങിച്ചു സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പാച്ചിലാണ്. അപ്പം പായുവാണല്ലേ? അതെ, ഞങ്ങൾക്ക് പൈസ ഇല്ലെങ്കിൽ ഉത്രാടപ്പാച്ചിലാണ് മെയിൻ. ഇപ്പൊ പച്ചക്കറിയുടെയും പഴവർഗ്ഗങ്ങളുടെ ഒക്കെ വില കൂടുകയാണ്. വെളിച്ചെണ്ണ അടുത്തൂടെ പോകാൻ പറ്റില്ല. അപ്പൊ എങ്ങനെയുണ്ട് വിലക്കയറ്റം? വിലക്കയറ്റം ഭയങ്കരമാണ്. എന്നാലും നമുക്ക് ഓണം ആഘോഷിക്കണമല്ലോ. ചേച്ചി എങ്ങനെയുണ്ട്? എന്തൊക്കെ വാങ്ങിച്ചില്ല, ചാക്കിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വാങ്ങാൻ ഉദ്ദേശിച്ചു. ബാഗ് അങ്ങനത്തെ ചെറിയ സാധനങ്ങൾ. ഡ്രസ്സൊക്കെ എടുത്താ? ഇല്ലല്ല, എടുക്കാൻ പോണം. ഡ്രസ്സൊക്കെ എടുക്കാൻ വന്നതാണ്. ചാലയിൽ തന്നെയാണോ എല്ലാ തവണയും വന്ന് ഡ്രസ്സൊക്കെ എടുക്കും? എല്ലാ തവണ ഇവിടെ തന്നെ. ഇവിടത്തേക്ക് വില നോക്കുമ്പോൾ ഈ ചെറുകിട കച്ചവടം നമുക്ക് പറ്റും. വെറൈറ്റി സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റും നമുക്ക്. ഇവിടുന്നാ വരുന്നത്? ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെ, തിരുമല അടുത്ത് തന്നെ ഉള്ളവരാണ്. സ്ഥിരമായിട്ട് അവർ ഇവിടെ തന്നെ കച്ചവടം കരയെ തപ്പി പിടിച്ച് സാധനങ്ങൾ വാങ്ങുന്ന ആളുകളാണ്. ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന് മാത്രമല്ല, കർണാടകയിൽ നിന്നും ഒപ്പം തന്നെ ആന്ധ്രയിൽ നിന്നും തെലങ്കാനയിൽ നിന്നും ഒക്കെ സാധനങ്ങൾ വിൽക്കാനായി എത്തുന്ന ആളുകളുണ്ട്. അവരോടൊക്കെ ചോദിക്കണം എങ്ങനെയുണ്ട് കച്ചവടം എന്നൊക്കെ. ഇവിടെ ഒരു ചേച്ചി മാക്സി ഒക്കെ ഹോൾസെയിലായിട്ടൊക്കെ വിൽക്കുന്നുണ്ട്. ചേച്ചി എങ്ങനെയുണ്ട് കച്ചവടം? മോശമില്ല, കുഴപ്പമില്ല. ഇപ്രാവശ്യം നല്ല കച്ചവടം. ഓണം ഒരുങ്ങി? ഒരുങ്ങി ഉത്രാടപ്പാച്ചിലാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ ഞാൻ ഇരിക്കുന്നു. എങ്ങനെയുണ്ട് കച്ചവടം? കച്ചവടം മോശമില്ല, കുഴപ്പമില്ല, നല്ല കച്ചവടമായിരുന്നു. ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ തിരുവോണ സദ്യയൊക്കെ ഒരുങ്ങാൻ. ഒരു അപ്പച്ചൻ നമുക്ക് അടുത്ത് വന്ന് ഇവിടെ. അപ്പച്ചൻ എങ്ങനെയുണ്ട് ഓണം? അടിപൊളി അടിപൊളി. സാധനമൊക്കെ വാങ്ങിയോ? സാധനമൊക്കെ മേടിച്ച്. വീട് എവിടെയാ? കൊല്ലം. കൊല്ലത്ത് ഇവിടെ സാധനം വാങ്ങാൻ വന്നോ? അല്ല, വെറുതെ കറങ്ങാൻ വേണ്ടി വന്നാ. തിരുവനന്തപുരം മൊത്തം എല്ലാം കറങ്ങി നോക്കി, ഇഷ്ടപ്പെട്ട്. ഉത്രാടപ്പാച്ചിലിനിടയിൽ കറങ്ങാൻ ഇറങ്ങിയ ആൾക്കാരും ഇക്കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ്. എന്നാലും കച്ചവടക്കാർ മാത്രമല്ല, വിവിധ ഐറ്റം സാധനങ്ങൾ. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പത്മതീർത്ഥ കര പൂർണ്ണമായും ഒരു വ്യാപാര കേന്ദ്രം അല്ലെങ്കിൽ അതിന്റെ ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ്. കുഞ്ഞു കുട്ടികൾക്കുള്ള വള, മാല, കമ്മലൊക്കെ. മോളെ എന്തൊക്കെ വാങ്ങിച്ചു? ഓണാശംസകളോടെ ചിപ്സ്, പഴവങ്ങാടി, പത്മവിലാസം റോഡ്, ഈസ്റ്റ് ഫോർട്ട്, തിരുവനന്തപുരം. എന്തൊക്കെയാ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു? ചിപ്സുകൾ, ഹൽവകൾ, സ്വാദിഷ്ടമായ പലഹാരങ്ങൾ എന്നിവയ്ക്കും സമീപിക്കുക
അവരൊക്കെ ന്യൂ ജനറേഷൻ കുട്ടികളാണ്. അവർക്കൊക്കെ പൊളിയാണ്, പൊളി മൂഡിലാണ് അവരൊക്കെ ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഉത്രാടം എന്നുള്ളത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ദിവസം പുറത്തിറങ്ങി സാധനങ്ങൾ വാങ്ങുക, പരമാവധി വിശേഷങ്ങളാണ് ഉത്രാടപ്പാച്ചിലുള്ളത്. അവിടെ ചാലക്കമ്പോളത്തിലും അതേപോലെ തന്നെ പത്മതീർത്ഥക്കരയിലുമെല്ലാം വൻ ജനാവലി തന്നെ എത്തിയിരിക്കുന്നു. അതുവഴിയുള്ള ഗതാഗതം പോലും തടസ്സപ്പെടുന്ന തരത്തിൽ ആളുകൾ ജനസഞ്ചയം അങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. വലിയ നിലയിൽ കച്ചവടം നടക്കുന്നുണ്ട് എന്ന് കച്ചവടക്കാർ പറയുന്നു. എല്ലാ സാധനങ്ങളും വാങ്ങാൻ നിരവധി ആളുകൾ എത്തിയിരിക്കുന്നു. വിലക്കയറ്റമുണ്ടെങ്കിൽ പോലും ആളുകൾ ഈ ഉത്രാടപ്പാച്ചിലിൽ അവർ എല്ലാ സാധനങ്ങളും വാങ്ങി അവർ ഓണ ഒരുക്കത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കുകയാണ്.